നമസ്കാരം. അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നത് ബഹുമാന്യനായ എം അക്ബർ സാഹിബ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഭാവി എന്ന വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളുടെയും ഒരാശങ്ക ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ വെക്കണം എന്നാഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ നദുത്തുൽ മുജാഹിദീൻ അതിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം തുറന്നു വന്നിട്ടുള്ള മതനിരപേക്ഷതയോടുള്ള ആഭിമുഖ്യവും മതതീവ്രവാദത്തോടുള്ള വിരോധവും പ്രകടിപ്പിക്കണമെന്ന് കരുതുകയും ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മതഭീകരത, മതതീവ്രവാദം എന്നൊക്കെ കടന്നു വന്നിട്ടുണ്ടോ, മുസ്ലിം ജനസാമാന്യം അതിനെ തിരസ്കരിക്കുകയും ഇസ്ലാമിക മതപണ്ഡിതന്മാർ കക്ഷിവ്യത്യാസമില്ലാതെ അതിനെ നിരാകരിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം. ശ്രീമാൻ ശ്രീധരൻപിള്ള ഇവിടെ സൂചിപ്പിച്ച മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല എന്ന ജനാധിപത്യ ഭരണ വ്യവസ്ഥിതി അംഗീകരിക്കുവാൻ മുസ്ലിമിന് കഴിയില്ല എന്ന ഇന്ത്യൻ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണ സഭകളിലേക്ക് മുസ്ലിമിന് പോകാൻ കഴിയില്ല എന്ന അങ്ങനെയുള്ള നിയമനിർമ്മാണത്തിൽ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ അനുസരിക്കുവാൻ മുസ്ലിമിന് കഴിയില്ല എന്ന വാദം ഇന്ത്യയിൽ കടന്നു വന്നപ്പോൾ അതിനെ നിരാകരിച്ച ചരിത്രമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്. ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ മാത്രമേ അത്തരം വാദങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. ആ നിരാകാരത്തിന് മുന്നിൽ നിന്ന സലഫി പ്രസ്ഥാനം, അഹ്ലെ ഹദീസ് പ്രസ്ഥാനം, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവുമെല്ലാം ഒരു വേദിയിൽ വെച്ച് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കിക്കുന്നതിന് പ്രത്യേകമായ കാരണമുണ്ട്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരു പുതിയ കാല ഭരണത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ, മതനിരപേക്ഷ ഇന്ത്യയിൽ തുല്യമായ അവകാശത്തോടുകൂടി മുസ്ലിമിന് ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകുമോ എന്ന ആശങ്ക വളർത്തുന്നു. ഗർവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി മതപരിവർത്തന വേളകൾ സംഘടിപ്പിക്കുകയും ആ മേളകളെ ഭരണകൂടം നോക്കി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. ഭീകരമായ വർഗീയ കലാപങ്ങൾക്ക്, ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിലെ വ്യത്യസ്ത ഗ്രാമങ്ങളും പട്ടണങ്ങളും സാക്ഷികളാകുമ്പോൾ മുമ്പുള്ളതിൽ ഇത് വ്യത്യസ്തമായി ഭരണകൂടം അത് നോക്കി നിൽക്കുന്ന അവസ്ഥാവിശേഷമുണ്ടാകുന്നു. എന്തിനധികം ലോകത്തെ ഒരു പുരോഗമന ഒരു രാഷ്ട്രമീമാംസയിലും കാണാത്ത രൂപത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു മാംസം നിരോധിക്കുക മാത്രമല്ല, ആ നിരോധം തന്നെ ഭ്രാന്തപാട്. ആ നിരോധിക്കപ്പെട്ട മാംസം തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച മനുഷ്യനെ ഇഷ്ടികം കൊണ്ടടിച്ച് കൊന്നിട്ട് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിനെതിരെ ഒന്ന് പ്രതികരിക്കുവാൻ പോലും മനസ്സ് വരാത്ത വിധത്തിൽ ഏതോ രൂപത്തിലുള്ള ശക്തികൾ അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സംശയം വരുന്നു. അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക
ഇന്ത്യയിലെ മുസ്ലിമിൻ്റേത് മാത്രമല്ല എന്ന് കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ചിന്തിക്കുന്ന ബുദ്ധിജീവികൾ, കഥാകാരന്മാർ, സാഹിത്യകാരന്മാർ തങ്ങൾക്ക് ലഭിച്ച ഇന്ത്യ ഗവൺമെന്റ് നൽകിയ അവാർഡുകൾ പോലും തിരിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെയായിക്കൂടാ ഇന്ത്യ രാജ്യം എന്ന് അവർ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു, പ്രതിഷേധിക്കുന്നു. ഈ ഒരവസരത്തിൽ പൗഡറിട്ടുകൊണ്ടുള്ള വർത്തമാനങ്ങളല്ല ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആവശ്യം. അങ്ങനെ സംസാരിക്കാൻ എല്ലാവർക്കും കഴിയും. മറിച്ച് ഒരു മുസ്ലിമായി ജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു പൂർണ്ണ പൗരനായി ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കള്ളുകുടിയനായ ദാരാ ശുക്വയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി നിൽക്കുകയും പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതുകയും നല്ലൊരു മതപണ്ഡിതനായിക്കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുകയും മരിക്കുകയും ചെയ്ത മൗലാന ആസാദിനെ പോലെ ജീവിക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്. ആ ചോദ്യത്തിന് പോസിറ്റീവായ ഉത്തരം നൽകാത്തിടത്തോളം കാലം അത്തരം ആളുകളെ എത്ര തന്നെ പൗഡറിട്ട് വർത്തമാനം പറഞ്ഞാലും ഇന്ത്യ രാജ്യത്തിന്റെ മിത്രങ്ങളാണ് പറയുന്നത്, സ്നേഹിക്കുന്നവരാണ് അത് പറയുന്നത്, രാജ്യത്തോട് കൂറുള്ളവരാണ് പറയുന്നത് പറയാൻ കഴിയില്ല. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു ഭരണഘടനയുടെ സ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ട ആധുനിക രാഷ്ട്ര സംവിധാനമാണ്. ആ ഭരണഘടന മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമാണ്, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമാണ്. ആ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുവിനും മുസ്ലിമിനും ബൗദ്ധനും സിഖുകാരനും ക്രിസ്ത്യാനിക്കുമെല്ലാം അവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ, അവരുടെ മതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ, അവരുടെ മതം പ്രബോധനം ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയകളിൽ പൂർണ്ണമായി സക്രിയമായി പങ്കുവഹിക്കുവാൻ കഴിയുന്ന അവസ്ഥാവിശേഷമാണ്. അതിന് കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് വളരെ പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചർച്ച അവസാനിക്കുന്നത്. തീർച്ചയായും മതനിരപേക്ഷതയ്ക്കെതിരെ ആരെങ്കിലും വാളോങ്ങുമ്പോൾ അതിന് പകരം നാടിനെ തന്നെ തകർക്കുന്ന വാളോങ്ങലല്ല അതിനുള്ള ഉത്തരം എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചർച്ചയുടെ തുടക്കം ലോകത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി സ്ഥിതി ചെയ്യുന്ന മുസ്ലിം ഭീകരതയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതിജ്ഞ കൊണ്ട് തന്നെയാകട്ടെ എന്ന് നേതൃത്വ മുജാഹിദീൻ പ്രസ്ഥാനം തീരുമാനിച്ചത്. മതനിരപേക്ഷതയെ കൊല്ലുവാൻ ഇന്ത്യയിൽ ആരെങ്കിലും പരിശ്രമിക്കുന്നുവെങ്കിൽ അവരെ ഭരണഘടനയുടെ ശക്തമായ ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും പ്രതിരോധിക്കുക എന്ന ആ പ്രതിരോധത്തെയാണ് ഇത്തരം ആളുകൾ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഭരണഘടനാ അനുസൃതമായിട്ടുള്ള കൃത്യമായ പ്രതിരോധത്തിന് സന്നദ്ധമാവുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ടത് എന്ന സന്ദേശമാണ് നദുത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിന് ഇത്തരം ചർച്ചകളിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുവാനുള്ളത്. ഗൗരവതരമായ ഒരു ചർച്ച ഇവിടെ നടക്കാത്തത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു വിശദമായ വിശകലനം ആവശ്യമില്ല. ഏതൊരു ഇന്ത്യക്കാരന്റെയും ഇന്ത്യയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെയും ഹൃദയത്തിൽ ചോദ്യചിഹ്നമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഈ ചർച്ചയിലുള്ളത്: മതനിരപേക്ഷതയുടെ മതേതരത്വത്തിന്റെ ഭാവി. തീർച്ചയായും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉപയോഗപ്പെടുത്തി മതനിരപേക്ഷ രാഷ്ട്രമായി കൊണ്ട് തന്നെ ഈ രാജ്യത്തെ നിലനിർത്തുവാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ എന്നുള്ള നിലക്ക് മുഴുവൻ മുസ്ലിങ്ങളും മുന്നിലുണ്ടായിരിക്കും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതിൽ ഏതൊരു വ്യതിയാനവും ഉണ്ടാകുമ്പോൾ അതിന് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നയിച്ച അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിന്റെയും കേരളത്തിലെ മുസ്ലിങ്ങളെ എക്കാലഘട്ടത്തിലും ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെയുള്ള സമരങ്ങളിൽ മുന്നിൽ നിന്നിട്ടുള്ള നദുത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിന്റെയും എല്ലാം ആശയത്തെ അധിഷ്ഠിതമായ പിന്തുണയും ആ രൂപത്തിൽ
ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ടുള്ള മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.